ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റേറിയൻ ഡിഷാണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പനീറും പിന്നെ മഷ്റൂമുമാണ്. നമ്മൾ ഈ പനീർ തന്നെ കഴിച്ചാൽ നമുക്ക് ഇഷ്ടമാണ്, അതുപോലെ തന്നെ മഷ്റൂമും അതിൻ്റെ ഏത് ഡിഷ് ഉണ്ടാക്കിയാലും നമുക്ക് ഇഷ്ടം തന്നെയാണ്. അപ്പോൾ അത് രണ്ടും കൂടെ കൂടി ഒരു കോമ്പിനേഷൻ ആയിട്ട് ഉണ്ടാക്കിയാൽ അടിപൊളിയായിരിക്കും അല്ലേ. നമ്മൾ സാധാരണ പനീർ ഉപയോഗിക്കുന്നത് നോർത്ത് ഇന്ത്യൻ ഡിഷസിനകത്താണ്, പക്ഷേ ഇതിനകത്ത് നമ്മുടെ മസാലയൊക്കെ ചേർത്ത് ഒരു സൗത്ത് ഇന്ത്യൻ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമുക്ക് ചപ്പാത്തിയുടെയോ അല്ലെങ്കിൽ പൊറോട്ടയുടെയോ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന്. നമ്മുടെ പനീർ മഷ്റൂം പെപ്പർ റോസ്റ്റിനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് മഷ്റൂമാണ്. അത് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പനീറും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ സവോള, അല്ലെങ്കിൽ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഷാലറ്റാണ്, നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതുപോലത്തത്, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും തക്കാളിയുണ്ട്. ഇതെല്ലാം തന്നെ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ പനീർ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. തന്നെയല്ല, ഈ പനീർ കുറച്ചുകൂടെ ഒരു ഫേം ആകും. അപ്പോൾ 1 മിനിറ്റൊക്കെ മതി കേട്ടോ. അപ്പോൾ ആ സൈഡൊക്കെ ഒരു ബ്രൗൺ കളറായി വരും. അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതുണ്ടോ, പനീറെല്ലാം തന്നെ ഒരുവിധം നല്ല ബ്രൗണായി വന്നിട്ടുണ്ട്. ഒരു സൈഡ് ബ്രൗണായി, ഇനി മറ്റേ സൈഡോടെ ഒന്ന് ബ്രൗൺ ആകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് കുറച്ച് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. കുറച്ച് മതി കേട്ടോ, ഒരു പിഞ്ച് മതി. അതോടെ ചേർന്ന് കഴിയുമ്പോഴത്തേന് ആ പനീറിലോട്ട് അതിൻ്റെ ആ ടേസ്റ്റൊക്കെ വരും. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് സോട്ടേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ പനീറെല്ലാം തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഒരു ബോളിലേക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പാനിൽ തന്നെ നമ്മുടെ മഷ്റൂം ഇതുപോലെ തന്നെ ഒന്ന് സോട്ടേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു പാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി പാത്രമൊന്നും കഴിയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പനീർ റെഡിയായി. ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ചുകൂടെ ബട്ടർ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് കെരിഗോൾഡ് ബട്ടറാണ്. അത് കുറച്ചുകൂടെ നല്ല ഒരു ബട്ടറാണ് കേട്ടോ. ഗ്രാസ് ഫെഡ് ബട്ടറാണ്. അത് നല്ലൊരു ടേസ്റ്റും ഉണ്ട് ഇത് നമ്മൾ സാധാരണ ബട്ടറിനേക്കാളും. അപ്പോൾ നമ്മൾ അതൊന്ന് ബട്ടർ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന മഷ്റൂം ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്യാം. അതോടെ ഇട്ടതിന് ശേഷം ഇത് നേരത്തെ പോലെ ഇത് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് തന്നെ നമുക്കിതൊന്ന് സൊട്ടേറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ അടച്ചു വെച്ച് ഇതിനകത്തുനിന്ന് ഒത്തിരി വെള്ളം വരും. അതുകൊണ്ടാണ് നമ്മൾ തുറന്ന് തന്നെ വെച്ച് ഇതൊന്ന് സൊട്ടേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതുകൊണ്ടോ നമ്മുടെ മഷ്റൂമും ഒരുവിധം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ മതി കേട്ടോ. അതിന് ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ മഷ്റൂമൊക്കെ പെട്ടെന്ന് വേവും. അധികം വേവൊന്നും ഇല്ലാത്തതാണല്ലോ മഷ്റൂമിന്. അത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതിന് പകരം ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ ഉള്ളി, ഇഞ്ചി അതൊക്കെ ഒന്ന് വഴറ്റണം. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഓയിൽ ഒഴിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവോള അല്ലെങ്കിൽ നമ്മുടെ ഷാലറ്റ് അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്നു വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് അതിനകത്തോട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം. എരിവ് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അതിനനുസരിച്ചുള്ള പച്ചമുളക് ആഡ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മുടെ മസാലയ്ക്ക് വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ മല്ലിപ്പൊടി, പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലയാണ്. അപ്പോൾ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി ഈ പൊടികൾ ഓരോന്നായിട്ട് നമ്മുടെ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം തന്നെ നമുക്ക് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വേണം കേട്ടോ നമ്മൾ വരട്ടിയെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ അതെല്ലാം കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പോടെ ആഡ് ചെയ്യാം. നമ്മൾ ഇതുവരെ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതോടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മസാല ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് ഗരം മസാല പൊടിച്ചതും പിന്നെ കുരുമുളക് പൊടിയാണ്. അത് അവസാനം ചേർത്താൽ മതി, കാരണം അത് ഒത്തിരി മൂപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതോടെ ആഡ് ചെയ്തതിന് ശേഷം അതും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക.
മസാലകളെല്ലാം തന്നെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ടൊമാറ്റോ ഉണ്ടല്ലോ, അത് ഈ സമയത്ത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ടൊമാറ്റോ അതൊന്ന് വാടി നന്നായിട്ട് ആ മസാലയൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്യുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്, കാരണം ആ ടൊമാറ്റോയ്ക്ക് വേണ്ട ഉപ്പാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളൊരു കുറച്ച് വെള്ളം ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്, കാരണം ഇതെല്ലാം ഒന്ന് മിക്സ് ആവുന്നതല്ലോ, അതിന് വേണ്ടിയാണ്. നമ്മളൊരു 1/2 കപ്പ് വെള്ളം ചേർത്താൽ മതി. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. ഇപ്പോൾ ടൊമാറ്റോ ഒക്കെ ഒരുവിധം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് പനീർ എടുത്തു വെച്ചിരുന്നല്ലോ, അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന മഷ്റൂം ഈ സമയത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഓപ്പണായിട്ട് തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ആ മസാല എല്ലാം കൂടെ നമ്മുടെ പനീറിലും പിന്നെ മഷ്റൂമിലും ഒക്കെ ഒന്ന് ചേർന്ന് പിടിക്കണം. അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ആ വെള്ളമൊക്കെ ഓൾമോസ്റ്റ് വറ്റി വന്നിട്ടുണ്ട്. ഇതാണ് ഒരു പരുവം കേട്ടോ. ഇനി അതിനകത്തോട്ട് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്യണം. ഫ്രഷ് മല്ലിയില ചേർത്താൽ അതാണ് നല്ലത്. എൻ്റെ കയ്യിൽ ഫ്രോസൺ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇത് ആഡ് ചെയ്തിരിക്കുന്നത്. അതോടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പനീർ മഷ്റൂം പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇല്ല, കണ്ടിട്ട് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ഡിഷിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന്. നമുക്കൊരു വാഴയിലൊക്കെ വെച്ച് അതിനകത്തേക്ക് സെർവ് ചെയ്യാം അല്ലേ. അപ്പോൾ അത് കാണാൻ തന്നെ ഒരു നല്ല ഒരു അടിപൊളി ലുക്കായിരിക്കുമല്ലോ. നമ്മളൊരു ഇല ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മുടെ പനീർ മഷ്റൂം പെപ്പർ റോസ്റ്റ് നമുക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം. ഇത് കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ? അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ വെജിറ്റേറിയൻ ഡിഷൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കൂടുതൽ ഇഷ്ടപ്പെടും. നമ്മൾ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് ചപ്പാത്തിയാണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെ കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഒരു നല്ല ടേസ്റ്റ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. നമുക്ക് കുറച്ച് ചപ്പാത്തി ഇങ്ങനെ മുറിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ മസാല കൂടെ ചേർത്ത് ഒന്ന് കഴിച്ച് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് പറയണം കേട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ പനീർ മഷ്റൂം പെപ്പർ റോസ്റ്റ്? അടിപൊളിയല്ലേ? ഇപ്പോൾ ഈ സാധാരണ നമ്മൾ പനീർ ഇഷ്ടമില്ലാത്തവർക്കും നമ്മുടെ ഈ മഷ്റൂമിൻ്റെ കൂടെ ഇത് ഉണ്ടാക്കുമ്പോഴത്തേനും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് നമ്മൾ കൂടുതലും നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു കഴിക്കാനായിട്ട് നല്ലത് ചപ്പാത്തിയോ അല്ലെങ്കിൽ പെറോട്ടയോ ആയിരിക്കും. ചോറിൻ്റെ കൂടെ കഴിച്ചാലും കുഴപ്പമില്ല, പക്ഷേ കൂടുതൽ ചേരുന്നത് ചപ്പാത്തിയുടെ ഒക്കെ കൂടെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഉടനെ നമുക്ക് വേറെ വീഡിയോയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺ. ബൈ ഫോർ നൗ.